ഞാനിന്നലെ സ്വീകരണ യോഗങ്ങളിലൊക്കെ ചോദിച്ചു, ഇതിൽ പങ്കാളികളുണ്ടോ? ഒറ്റ പങ്കാളി എവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും മലപ്പുറത്തുകാരനെയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. വലിയ ജനകീയ മുന്നേറ്റമാണ് ദർശിക്കാൻ സാധിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് നന്നായി മനസ്സിലായി കാണും. ഇന്നലത്തെ സമാപന സമ്മേളനം വരെയുള്ള 10,000 പങ്കെടുത്ത പരിപാടി മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന വന്നത് വലിയ ആളുകളൊന്നും കൂടാൻ സാധ്യതയില്ലാതെ തന്റെ സ്വന്തം മണ്ഡലത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സ്വീകരണ യോഗത്തിൽ സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ബംഗാളികളാണ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പൊ അതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനിന്നലെ സ്വീകരണ യോഗങ്ങളിലൊക്കെ ചോദിച്ചു, ഇതിൽ പങ്കാളികളുണ്ടോ? ഒറ്റ പങ്കാളി എവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും മലപ്പുറത്തുകാരനെയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അഭൂതപൂർവമായ ഒരു ജനകീയ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിച്ച വിജയം നേടിയില്ല എന്ന പശ്ചാത്തലം കൂടി വെച്ച് അതിനെല്ലാം മറികടക്കുന്ന ഏറ്റവും വലിയ ജനകീയമായ ഒരു ഐക്യബോധത്തോടെയുള്ള സ്വീകരണ പരിപാടികളായി അവരെന്നെ മുൻകൈയെടുത്ത് സംഘാടകരെ കൂടി അത്ഭുതപ്പെടുത്തത്തക്ക രീതിയിൽ പരിപാടികൾ നടന്നു വരുന്നു എന്ന കാര്യം ഞാൻ അതിൽ നിന്ന് പറയുന്നു. ഈ ജാഥയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു കാര്യം ആദ്യം മുതലേ പറഞ്ഞിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടി നേതാക്കന്മാരും നിരന്തരമായ അപവാദ പ്രചരണങ്ങളും കളവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്നത് നുണരോഗം ബാധിച്ചതുപോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ നയിക്കുന്ന ജാഥ ഇതിന്റെ പുറകിലുണ്ട്, ഞങ്ങളെ പുറകെ തന്നെ വരുന്നുണ്ട്. ഈ ജാഥയിൽ അദ്ദേഹം വയനാട് എത്തിയപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അവിടെ ടൌൺഷിപ്പ് ഉയർന്നു വരികയാണ്. ഞങ്ങൾ ഈ ജാതിയുമായിട്ട് വന്നപ്പോൾ ജാഥാംഗങ്ങളായ ഞങ്ങളെല്ലാം ആ ടൌൺഷിപ്പ് കാണാൻ പോയവരാണ്. ലോകത്ത് തന്നെ പുനരധിവാസത്തിന് ഒരു പുതിയ ദിശ നൽകിക്കൊണ്ടുള്ള ഒരു ടൌൺഷിപ്പാണ് അവിടെ രൂപപ്പെട്ടു വരുന്നത്. കൽപ്പറ്റ പട്ടണത്തോട് ചേർന്ന് മറ്റൊരു ടൌൺഷിപ്പ് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. 7 സെന്റ് സ്ഥലം, ഓരോന്നിനും വളരെ ഫലപ്രദമായിട്ടുള്ള കോമ്പൗണ്ട് വാൾ, അത് കരിങ്കലുകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന വാളുകളാണ്, നല്ല ബലമുണ്ട്. ഓരോ വീട്ടിന്റെ മുമ്പിലും റോഡ് ശരിക്കും പ്ലാൻ ചെയ്ത ഒരു സിറ്റി. അവിടെ ആവശ്യമുള്ള പ്ലേഗ്രൗണ്ട്, അതുപോലെ തന്നെ സ്കൂള് കുട്ടികൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു നവീന ടൗൺ പ്ലാനിംഗ് ആണ് നടന്നത്. അത് ഞങ്ങൾ പോയി കണ്ടതാണ്. ഞങ്ങളുടെ ഈ ജാഥയിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവം അതായിരുന്നു. ആ ആളുകളുടെ അവരെ ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങളവിടെ പോയി അത് കാണുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും. ഇപ്പോൾ അവിടെ 178 വീട് ഇപ്പോൾ കൊടുക്കും. ഈ മാസം അവസാനത്തോടുകൂടി ഒന്നാമത്തെ സോൺ, 5 സോണാണ്. ആ 5 സോണിൽ ഒരേപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ 178 വീട് ഇപ്പോൾ കൊടുക്കാൻ പോവാണ്. തുടർന്ന് അടുത്ത സോണും രണ്ടാമത്തെ സോണും, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, അതോടുകൂടി 400-ലധികം വരുന്ന വീട് പൂർത്തിയായി എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ്.